നാട്ടിലേക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ ഏതൊരു ഗൾഫ് മലയാളി പ്രവാസിയും ആദ്യം ചിന്തിക്കുന്നത് എങ്ങനെ കൂടുതൽ ദിവസങ്ങൾ നാട്ടിൽ നിൽക്കാം എന്നതിനെ കുറിച്ചാണ്. കമ്പനിയിൽ നിന്ന് ലഭിക്കുന്ന വാർഷിക അവധിയായ 30 ദിവസത്തോടൊപ്പം പൊതു അവധി ദിവസങ്ങളിലോ വാരാന്ത്യങ്ങളിലോ ജോലി ചെയ്തതിന് പകരം ലഭിച്ച കോമ്പൻസേറ്ററി ഓഫുകൾ കൂടി ഒന്നിച്ചു ചേർത്ത് നാട്ടിലേക്ക് പോകാൻ സാധിച്ചാൽ അത് പ്രവാസികൾക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. ഒരു 30 ദിവസത്തെ ലീവിനോടൊപ്പം പെരുന്നാളിനോ ഓണത്തിനോ മറ്റു പൊതു അവധികൾക്കോ ജോലി ചെയ്തതിന് പകരമായി ലഭിച്ച 4-5 സി ഓഫുകൾ കൂടി ചേർത്താൽ ഒരു മാസത്തിലേറെ നാട്ടിൽ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ കഴിയാൻ സാധിക്കും. എന്നാൽ ഇത്തരത്തിൽ കോമ്പൻസേറ്ററി ഓഫുകളും നിങ്ങളുടെ ആനുവൽ ലീവും ഒന്നിച്ചു ചേർത്ത് ലീവ് എടുക്കാൻ UAE നിയമം അനുവദിക്കുന്നുണ്ടോ എന്ന് ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി അറിയാം. ആദ്യമായി എന്താണ് UAE ലേബർ ലോ അനുസരിച്ച് കോമ്പൻസേറ്ററി ലീവ് എന്ന് നോക്കാം. 2021 33-ാം നമ്പർ UAE ഫെഡറൽ ലേബർ ലോ അനുസരിച്ച് ഒരു ജീവനക്കാരന് ആഴ്ചതോറുമുള്ള ഔദ്യോഗിക വിശ്രമ ദിനത്തിലോ അല്ലെങ്കിൽ സർക്കാർ പ്രഖ്യാപിക്കുന്ന പൊതു അവധി ദിവസങ്ങളിലോ ജോലി ചെയ്യേണ്ടി വന്നാൽ ആ ഒരു ജീവനക്കാരന് അതിനു പകരമായി മറ്റൊരു ദിവസം വിശ്രമ ദിനമായി കണക്കാക്കാൻ കമ്പനി ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ അടിസ്ഥാന ശമ്പളത്തോടൊപ്പം 50% മുതൽ 150% വരെ അധിക വേതനവും നൽകാറുണ്ട്. ഇനി പ്രവാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ചോദ്യത്തിലേക്ക് വരാം. ഈ ഒരു ഓഫുകൾ നിങ്ങളുടെ 30 ദിവസത്തെ വാർഷിക അവധിയുമായി ഒന്നിച്ചു ചേർത്ത് നാട്ടിലേക്ക് പോകാമോ എന്നത്. UAE തൊഴിൽ നിയമത്തിലെ ആർട്ടിക്കിൾ 28, ആർട്ടിക്കിൾ 29 എന്നിവ പരിശോധിച്ചാൽ കോമ്പൻസേറ്ററി ഓഫുകളും ആനുവൽ ലീവും ഒന്നിച്ചു ചേർക്കുന്നത് നിയമപരമായി തടയുന്ന യാതൊരു വ്യവസ്ഥയും ലേബർ ലോയിലില്ല. അതായത് ഒരു ജീവനക്കാരന് തനിക്ക് ലഭിച്ച സി ഓഫുകളും വാർഷിക അവധിയും ഒന്നിച്ചു ചേർത്ത് ലീവ് എടുക്കാൻ പൂർണ്ണമായ നിയമസാധുതയുണ്ട്. എന്നാൽ ഇതിൽ ഏറ്റവും നിർണായകമായ ഒരു നിബന്ധന കൂടിയുണ്ട്. അതാണ് കമ്പനിയുടെ ഔദ്യോഗിക അനുമതി എന്നത്. UAE തൊഴിൽ നിയമം അനുസരിച്ച് സ്ഥാപനത്തിന്റെ പ്രവർത്തന സാഹചര്യങ്ങൾക്കും ജോലി ഭാരത്തിനും അനുസരിച്ച് ജീവനക്കാരുടെ വാർഷിക അവധി തീയതികൾ തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരവും കമ്പനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാർഷിക അവധിയോടൊപ്പം സി ഓഫുകൾ കൂടിച്ചേർക്കുമ്പോൾ സ്ഥാപനത്തിലെ ജോലികളെ അത് പ്രതികൂലമായി ബാധിക്കില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടത് മാനേജ്മെന്റിന്റെ ചുമതല കൂടിയാണ്. മിക്ക കമ്പനികളുടെയും ഇന്റേണൽ HR പോളിസിയിൽ സി ഓഫുകൾ എടുക്കുന്നതിന് ചില പ്രത്യേക നിബന്ധനകൾ ഉണ്ടാകാറുണ്ട്. ഉദാഹരണത്തിന് ഒരു സി ഓഫ് ലഭിച്ചാൽ അത് 30 അല്ലെങ്കിൽ 60 ദിവസത്തിനുള്ളിൽ എടുത്തു തീർക്കണം. ഈ ഒരു കാര്യം പല കമ്പനികളും നിർബന്ധം പിടിക്കാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ അത് ആനുവൽ ലീവ് വരുന്നത് വരെ മാറ്റിവെക്കാൻ സാങ്കേതികമായി തടസ്സങ്ങളും ചിലപ്പോൾ ഉണ്ടായേക്കാം. ഈ ഒരു വിഷയത്തിൽ UAEയിലുള്ള മലയാളി പ്രവാസികൾ അവരുടെ ലീവ് സുരക്ഷിതമാക്കാൻ പിന്തുടരേണ്ട 4 കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഒന്നാമത്, സംസാരിച്ചുള്ള അനുമതിക്ക് പകരം രേഖാമൂലമുള്ള ഒരു അനുമതി നേടുക എന്നതാണ്. പല പ്രവാസികളും വരുത്തുന്ന ഏറ്റവും വലിയ തെറ്റുകൂടിയാണിത്. സൂപ്പർവൈസറോടോ ലൈൻ മാനേജറോടോ സംസാരിച്ച് നോക്കാം എന്ന് പറയുമ്പോഴും ലീവ് ഉറപ്പായെന്ന് കരുതി വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു. എന്നാൽ പിന്നീട് HR സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ സി ഓഫുകൾ ആനുവൽ ലീവിനോടൊപ്പം അനുവദിക്കാൻ കഴിയില്ല എന്ന് കമ്പനി വ്യക്തമാക്കിയാൽ വലിയൊരു സാമ്പത്തിക നഷ്ടം തന്നെ ഉണ്ടാകും. അതുകൊണ്ട് കമ്പനിയുടെ HR പോർട്ടൽ വഴിയോ ഇമെയിൽ വഴിയോ സി ഓഫുകളും ആനുവൽ ലീവും ഒന്നിച്ചു ചേർത്തുള്ള ലീവ് ആപ്ലിക്കേഷൻ അയച്ചുകൊണ്ട് കൃത്യമായ അനുമതി പത്രം കൈപ്പറ്റിയ ശേഷം മാത്രം ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുക. രണ്ടാമതായി, തൊഴിൽ കരാറിലെ കമ്പനി പോളിസിയിലെയും വ്യവസ്ഥകൾ വായിച്ച് മനസ്സിലാക്കുക എന്നതാണ്. നിങ്ങൾ ഒപ്പിട്ടിട്ടുള്ള ലേബർ കോൺട്രാക്റ്റിലോ അല്ലെങ്കിൽ കമ്പനിയുടെ എംപ്ലോയി ഹാൻഡ് ബുക്കിലോ സി ഓഫുകൾ എങ്ങനെ ഉപയോഗിക്കണം എന്ന് വ്യക്തമാക്കിയിട്ടുണ്ടാകും. ലീവുകൾ കൂട്ടിവെക്കാൻ അനുവാദമുണ്ടോ എന്ന് HR-മായി മുൻകൂട്ടി സംസാരിച്ച് വ്യക്തതയും ഇവിടെ വരുത്തേണ്ടതുണ്ട്. മൂന്നാമതായി, അൺഓതറൈസ്ഡ് ആബ്സെൻസ് ആണ്. ഇത് അനുമതിയില്ലാതെ അവധി ഒഴിവാക്കുക എന്നതാണ്. കമ്പനി നിങ്ങൾക്ക് 30 ദിവസത്തെ ആനുവൽ ലീവ് മാത്രമാണ് അപ്രൂവ് ചെയ്തതെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സി ഓഫുകൾ ഉണ്ടെന്ന കാരണത്താൽ സ്വയം തീരുമാനമെടുത്ത് നാട്ടിൽ കൂടുതൽ ദിവസം തങ്ങരുത്. കാരണം കമ്പനിയുടെ ഔദ്യോഗിക അനുമതിയില്ലാതെ ലീവ് നീട്ടിയെടുക്കുന്നത് UAE ലേബർ ലോ ആർട്ടിക്കിൾ 50 അനുസരിച്ച് നിയമലംഘനമാണ്. കൂടാതെ തുടർച്ചയായ ദിവസങ്ങളിൽ അനുമതിയില്ലാതെ ജോലിക്ക് ഹാജരാകാതിരുന്നാൽ കമ്പനിക്ക് ജീവനക്കാരനെതിരെ ജോലി ഉപേക്ഷിച്ചു പോയി എന്ന രീതിയിൽ നിയമ നടപടികൾ സ്വീകരിക്കാനും സാധിക്കും. നാലാമതായി ശ്രദ്ധിക്കേണ്ടത് വിമാന ടിക്കറ്റുകൾ ഫ്ലെക്സിബിൾ ആയി ബുക്ക് ചെയ്യുക എന്നതാണ്. നാട്ടിലേക്ക് പോകുമ്പോൾ ലീവ് നീട്ടിക്കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ തിരികെ വരുന്ന തീയതികൾ ഫൈൻ ഇല്ലാതെ മാറ്റാൻ സാധിക്കുന്ന തരം ടിക്കറ്റുകൾ എന്നും തിരഞ്ഞെടുക്കുക. ഇത് സാമ്പത്തിക ഭാരം കുറയ്ക്കാൻ എന്നും സഹായിക്കുകയും ചെയ്യും. UAE തൊഴിൽ നിയമം അനുസരിച്ച് കോമ്പൻസേറ്ററി ഓഫുകളും ആനുവൽ ലീവുകളും ഒന്നിച്ചു ചേർക്കുന്നത് നിയമവിരുദ്ധമല്ല. എന്നാൽ അത് പൂർണ്ണമായും നിങ്ങളുടെ കമ്പനി മാനേജ്മെന്റായി സംസാരിച്ച് രേഖാമൂലം അപ്രൂവൽ വാങ്ങിയ ശേഷമായിരിക്കണം എന്ന് മാത്രം.